ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് 30 രൂപ മുതൽ മുടക്കിൽ നമുക്ക് എങ്ങനെ വളരെ മനോഹരമായിട്ടൊരു മാല ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള പ്രധാന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗിയർ വയറാണ്. ഇത് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഒരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഒരുപാട് മാലകളൊക്കെ ഉണ്ടാക്കാനായിട്ട് തികയും. പിന്നെ ഷുഗർ ബീഡ്സ്, ഇത് ഒരു പാക്കറ്റ് വന്നിട്ട് 20 രൂപയാണ്. ഇത് ഗിയർ ലോക്ക്, ഇതും ഒരു പാക്കറ്റ് വന്നിട്ട് 20 രൂപയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കൊളുത്ത് ഉണ്ടോ, ഇത് ഏതാണ്ടുള്ള മിക്ക ഷോപ്പുകളിലും നമുക്ക് കിട്ടുന്നതാണ്. ഇത് ജോയിൻ ചെയ്തല്ല വരുന്നത്, ഇത് ഞാൻ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണേ. പിന്നെ ഇതാ ഉണ്ടോ, ഈ ഒരു സ്റ്റോൺ, ഇത് ഒരെണ്ണം 5 രൂപയാണ്. ഞാൻ അതുപോലത്തെ 5 എണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടോ, അതാ ഇതുപോലത്തെ കുഞ്ഞ് ബീഡ്സ്, ഗോൾഡൻ ബീഡ്സ്. അപ്പോൾ നമുക്ക് മാല ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഫസ്റ്റ് തന്നെ ഇതാ ഈ ഒരു ഗിയർ വയർ നമ്മുടെ ഒരു ഉദ്ദേശം അളവിൽ മുറിച്ചെടുക്കണം. അതിനുശേഷം ഒരു ഗിയർ ലോക്ക് എടുത്ത് ആദ്യം ഇതിലിടണം. അതിനുശേഷം ദാ ഈ ഒരു കൊളുത്ത്, മാലയൊക്കെ ഉണ്ടാക്കുന്ന കൊളുത്തൊന്ന് സ്റ്റോറിൽ പറഞ്ഞാൽ അവരെടുത്ത് തരും. ഈ ഒരു കൊളുത്ത് ഇതിലിട്ടിട്ട് ഈ ഗിയർ ലോക്കിൻ്റെ അകത്ത് ഈ ഗിയർ വയർ വരത്തക്ക രീതിയിൽ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് നല്ലതായിട്ടൊന്ന് ടൈറ്റ് ആക്കണം. ടൈറ്റ് ആക്കിയത് ശേഷം പ്ലെയർ ഇട്ട് നന്നായിട്ട് ഉണ്ടോ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതവിടെ ഫിക്സ് ആയിരുന്നോളും. അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ ഇതിൻ്റെ പാറ്റേൺ ഡിസൈൻ ചെയ്യുന്നത്, അത് ഓരോരുത്തരുടെ ഐഡിയാസ് പോലെ. ഫസ്റ്റ് എന്തോന്ന് ചെയ്താലും ആദ്യം ഒരു ഗിയർ ലോക്കാണ് ആദ്യം ഇടയുള്ളത്. ഒരു ഗിയർ ലോക്ക് ഇട്ടു. ഫസ്റ്റ് തന്നെ ഞാനിതിൽ ഒരു ഗിയർ ബീഡ്സ് ഇട്ടു. അതിനുശേഷം ഒരു ഷുഗർ ബീഡ്സ്, അതിനുശേഷം ഒരു ഗോൾഡൻ ബീഡ്സ്. ഇത് നിങ്ങളുടെ പാറ്റേൺ അനുസരിച്ചിട്ടാണ്. ഞാൻ ഇങ്ങനെയാണോ ഒരു ഉദ്ദേശം വെച്ചിട്ടിടുന്നത്, അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനുശേഷം ഇതാ ഈ ഒരു സ്റ്റോൺ ഇല്ലേ, ഈ സ്റ്റോൺ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഗോൾഡൻ ബീഡ്സ്, വീണ്ടും ഒരു ഷുഗർ ബീഡ്സ്, വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇടുക. ഇപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ പാറ്റേൺ കംപ്ലീറ്റ് ആയി. കണ്ടോ, ഇവിടെ കണ്ടോ, ആദ്യത്തെ പാറ്റേൺ കംപ്ലീറ്റ് ആയി. ഇനി ഇത് നമുക്ക് എവിടെയാണോ ഫിക്സ് ചെയ്യാനുള്ളത് അവിടെ വെച്ച്, കണ്ടോ ഇത് കറക്റ്റ് ഓരോ സ്ഥലത്ത് ഞാൻ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ലോക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യത്തേത് എനിക്കിവിടെയാണ് വരേണ്ടത്. അപ്പം ഈ ഗിയർ ലോക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അവിടെ തന്നെ ഇരുന്നോളും. അങ്ങനെ നമ്മളെ മാല ലാസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം ലോക്ക് ചെയ്ത ശേഷം ഒരു ഗിയർ ലോക്ക് ഇടണം. ഇട്ടിട്ട് ഇതാ ഈ ഒരു കണ്ണി ഉണ്ടല്ലോ, കണ്ടോ, ഇതിൽ ചേർക്കണം. ചേർത്ത് ഗിയർ വയർ ഈ ഗിയർ ലോക്കിനകത്ത് കൊണ്ടുവരണം. അതിന് ശേഷം പ്ലെയർ ഇട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നമ്മളെ മാല റെഡി ആയിട്ടുണ്ട്. മാല ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ.